ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് പോവാണ് കേട്ടോ. ഇന്ന് നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ അഴീക്കൽ ബീച്ചിൽ ഫിഷിങ്ങിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുവാണ്. നമ്മൾ അഴീക്കൽ വന്ന് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ പുലിമുട്ടിൽ വന്ന് കുറെ നേരം ഷ്രിമ്പ് കാസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ വരുന്ന വഴി ചെമ്മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ വെച്ചിട്ട് കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ഹുക്കിൽ ചെമ്മീനെയും കോർത്ത് വെച്ച് നല്ല 2 വെയിറ്റും കെട്ടിയിട്ട് നമ്മൾ ലോങ്ങിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു മീൻ കയറി അടിച്ചിട്ടുണ്ട്. ഈ ഒരു മീനിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്ക്. എനിക്ക് എന്തായാലും ഈ ഒരു മീനിന്റെ പേരറിയത്തില്ല. ഇതിന്റെ പേരെന്ത് തന്നെയാണെങ്കിലും നമ്മുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു മീനെ തന്നെയാണ് കേട്ടോ ഇന്ന് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ വന്ന് ചൂണ്ടയിടുമ്പോൾ എല്ലാവർക്കും കൂടുതലായിട്ട് കിട്ടുന്നത് കൂരികളെയാണ്. ഇന്ന് പക്ഷേ ഒരു കൂരിയെ പോലും ആർക്കും കിട്ടിയതായിട്ട് കണ്ടില്ല. എല്ലാവർക്കും ഈ ഒരു മീൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമതും 2 ഹുക്കിൽ ചെമ്മീനും കോർത്ത് വെച്ച് എറിഞ്ഞപ്പോൾ നമുക്ക് 2 ഹുക്കിൽ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യം ഇരട്ട മീനുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെ അവന്മാരെ പിടിച്ച് നമ്മൾ കവറിനകത്തിട്ട് നമ്മൾ വീണ്ടും കാശ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം നമ്മുടെ ചൂണ്ടൽ അതേ മീൻ തന്നെയാണ് കയറി പിടിച്ചേക്കുന്നത്. ഉമ്മാര് വലുപ്പത്തിൽ ചെറുതാണെങ്കിൽ ഉമ്മാര് നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഉമ്മാര് കരക്കേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത പ്രാവശ്യം കാസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് ഈ മീൻ തന്നെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അങ്ങനെ നമ്മുടെ യൂജിന്റെ ചൂണ്ടൽ നമുക്ക് മുമ്പേ കിട്ടിയ പോലെ 2 ഹുക്കിൽ ഓരോ മീൻ വെച്ച് കയറിയിട്ടുണ്ട്. കടലിൽ അത്യാവശ്യം നല്ല തിരയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല വെയിറ്റ് കേട്ട് നല്ല ലോങ്ങിലേക്കാണ് കേട്ടോ കാസ്റ്റ് ചെയ്തിടുന്നത്. അല്ലെങ്കിൽ തിര അടിച്ചിട്ട് നമ്മുടെ ലൈനും വെയിറ്റും എല്ലാം കൂടെ വന്ന് കല്ലിനടെ പോയി ഉടക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം നമുക്ക് സെയിം മീനെ തന്നെയാണ് കേട്ടോ കിട്ടിയത്. എല്ലാവർക്കും ഈ ഒരു മീനെ തന്നെയാണ് ഈ പ്രാവശ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം കാസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു മീനെ തന്നെയാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറിയും തിരിഞ്ഞു ഇതേ മീനുകളെ നമ്മൾ കുറെ പിടിച്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം സന്ധ്യ ആവുന്നവരെ നമ്മൾ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നീട് മീനിന്റെ ആക്ടിവിറ്റി കുറഞ്ഞപ്പോഴാണ് നമ്മൾ കാസ്റ്റിംഗ് നിർത്തിയത്. അതിനിടയ്ക്ക് എന്റെ ലൈൻ അപ്പുറത്ത് നിന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്റെ ലൈനിൽ കയറി ഉടക്കി അങ്ങനെ കുറച്ച് എന്റെ ലൈനും പൊട്ടിപ്പോയി. അപ്പൊ ഇന്ന് മൊത്തം നമുക്ക് ഇത്ര മീനുകളെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയതെല്ലാം ഒരേ ഇനത്തിലുള്ള മീനുകളായതുകൊണ്ട് തന്നെ ഇവന്മാർ കൂട്ടത്തോടെ കവറിനകത്ത് കിടക്കുന്നത് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് മൊത്തം ഏകദേശം 1 കിലോയ്ക്ക് മുകളിൽ മീനുകളെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ മീനുകളെ കൊണ്ട് നമ്മൾ ഇരുട്ടായപ്പോഴത്തേക്ക് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.